കുറച്ച് ദിവസം മുന്നേ ഒരു പാരൻറ്റിങ് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം രക്ഷിതാക്കളൊക്കെ വന്ന് ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ചില സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അന്ന് അവിടുന്ന് ഒരു രക്ഷിതാവിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊന്ന് പുറത്തിറങ്ങുന്നത്, കുറച്ച് സമാധാനത്തോടെ കുറച്ച് സമയം ഇരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്. മൂത്ത കുട്ടീൻ്റെ പ്രോഗ്രാമിനാണ് വന്നത്. അത് വന്നത് തന്നെ അത്രയും കമ്പൽസറി ആണ്, പാരൻസ് നിർബന്ധമായും പങ്കെടുക്കണം എന്നുള്ളത് ടീച്ചേഴ്സ് പറഞ്ഞ കാരണം ചെറിയ കുഞ്ഞിനെ വീട്ടിൽ അവൻ്റെ ഫാദറിൻ്റെ അടുത്ത് ആക്കിയിട്ട് വന്നതാണ്. അവനെയും കൊണ്ട് തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, കുട്ടിക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അസുഖമൊന്നുമല്ല, ഒരു 4 വയസ്സായിട്ടുള്ള മോനാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവന് ഭയങ്കര വാശിയാണ്, എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഒരു കല്യാണത്തിനോ ഒരു ഷോപ്പിങ്ങിനോ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പുറത്ത് പോയാൽ ഭയങ്കര വാശി, എന്തെന്നില്ലാത്ത വാശിയാണ്. ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അവൻ പറയുന്ന സാധനം അപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചലും ആയിട്ട് നമ്മളെ നാണം കെടുത്തും. അതുകൊണ്ട് ഞാൻ അവനായിട്ട് എവിടെയും പോകാറില്ല, വീട്ടിലിരിക്കാറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിൽ വാശിയുണ്ടോ ചോദിച്ചു. ഓ, വീട്ടിൽ വാശിയുണ്ട്, അത് നമ്മൾ മാത്രം കണ്ടാൽ പോരെ, ബാക്കിയുള്ളവരോട് കാണിക്കണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആൾക്ക് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ ഒരു പ്രശ്നം നമ്മളിൽ മിക്ക പാരൻസും അനുഭവിക്കുന്നതാണ്. കാരണം നമ്മുടെ മക്കളായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അവർ വാശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരായിട്ട് പുറത്ത് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, അവരെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ ആളുകൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ വാശി പിടിക്കുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈസുകൾ കൊടുക്കും. ഇപ്പോൾ മൊബൈൽ പോലുള്ള ഡിവൈസുകൾ കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യും, സ്ക്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ മാനേജ് ചെയ്യും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, വീട്ടിൽ നിർത്തും, അവരെ പുറത്ത് കൊണ്ടുപോകാതെ അല്ലെങ്കിൽ അവരെ മാക്സിമം സോഷ്യലൈസ് ചെയ്യിക്കാതെ വീട്ടിൽ നിർത്തും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. ഇത് ശരിക്കും വലിയൊരു തെറ്റാണ്, നമ്മൾ മക്കളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ആസ് എ പാരൻറ്റ് നമ്മളെ ഭാഗത്തുനിന്നുള്ള വലിയൊരു ഫോൾട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് ഉണ്ട്. മക്കളെ വാശി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഡൈവേർട്ട് ചെയ്യിക്കുക. ഇപ്പോൾ മക്കൾ വാശി പിടിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുക, നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മക്കളായിട്ടൊരു ഷോപ്പിൽ പോയ സമയത്ത് അവരെന്ത് ചെയ്യാണ്, എനിക്ക് ഇന്ന ടോയ് വേണം. ഇപ്പോൾ നല്ല പൈസൻ്റെ ടോയ് ആയിരിക്കും, വലിയ വിലയുള്ള കാറായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമാണ്, അവർക്കിത് കാണുമ്പോൾ അവർക്കിത് ഇത്രയും വലിയ പൈസ ഉള്ളതാണോ, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതൊന്നും മക്കൾക്ക് അറിഞ്ഞോളണമെന്നില്ല, പ്രത്യേകിച്ച് ചെറിയ മക്കളാവുമ്പോൾ. അപ്പോൾ അവർ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് വാശി പിടിക്കരുത്. അത് വാങ്ങി തരൂല അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വാശി കൂടുക ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം പറഞ്ഞാൽ അവരെന്ത് ചെയ്യുക, ഡൈവേർട്ട് ചെയ്യിക്കുക. അതായത് ആ കരയുന്ന സ്ഥലത്ത് നിന്ന് അവരെ മാറ്റിയിട്ട് അവരെടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫുഡ് കഴിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ സാധനം വാങ്ങിക്കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ മക്കളിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ശ്രദ്ധ തിരിക്കാൻ പറ്റും. അപ്പോൾ അവരെന്തിനാണോ വാശി പിടിക്കുന്നത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയും. പക്ഷേ കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ ഒരു 5 വയസ്സിന് മുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അവരെ വേറെ എന്തിനേലും എൻഗേജ് ചെയ്യിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മക്കൾ വാശി പിടിക്കുന്നത് ഫോണിനാണെന്ന് വിചാരിക്കും. ഇപ്പോൾ വീട്ടിലിപ്പോൾ സൺഡേ അതേപോലെ സാറ്റർഡേ ഒക്കെ വരുന്ന സമയത്ത് വീട്ടിൽ ഫോണിന് വേണ്ടി വാശി പിടിച്ച് കരയാണ്, ഗെയിം കളിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫോൺ മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി പണികളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അവരുമായി പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവർക്കിപ്പോൾ ബോയ്സൊക്കെ ആണെങ്കിൽ ഫുട്ബോൾ അങ്ങനത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ബോൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ കൂടെ നമ്മളും പുറത്തിറങ്ങുക, അവരുടെ കൂടെ കളിക്കാൻ കൂടുക. ഇനിയിപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ ക്രാഫ്റ്റ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് എന്താണോ ഇഷ്ടം, നമ്മുടെ മക്കൾക്ക് ഏത് ഗെയിമാണോ ഇഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് അവരായിട്ട് കളിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവരെ ഡൈവേർട്ട് ചെയ്യിക്കുക, അവരെ ശ്രദ്ധ മാറ്റുക. എന്തിനാണോ വാശി പിടിക്കുന്നത് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുക. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇഗ്നോർ ചെയ്യുക. അതായത് അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളൊരു കടയിലൊക്കെ പോയി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാശി പിടിക്കുകയാണ്, ചെറിയ മക്കളാണ്, ഇപ്പോൾ ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ വേണം, ഷുഗറാണ് നമുക്കറിയാം മക്കൾക്ക് നല്ലതല്ല, പൊതുവേ അവിടെ ഹെൽത്തിനും ടീത്തിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അവരെ ഇഗ്നോർ ചെയ്യാം. ഇപ്പോൾ ഒരു വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയാം, ഇപ്പോൾ ചോക്ലേറ്റും ഐസ്ക്രീമും വേണം, 2 വേണമെന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിക്കണ പറ്റൂല, അത് വാങ്ങാൻ കഴിയില്ല, അത് കുട്ടിക്ക് എന്താണ് മോൻക്ക് അത് നല്ലതല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടും കുട്ടി കേൾക്കുന്നില്ല, നമുക്ക് ഡൈവേർട്ട് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ ശ്രദ്ധ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇഗ്നോർ ചെയ്യാം. അവരോട് ഒന്ന് കരഞ്ഞോട്ടെ, മെല്ലെ എന്ത് ചെയ്യുക പോരാ, പക്ഷെ നമ്മൾ ശ്രദ്ധ അവരെ മേലുണ്ടാവണം. പക്ഷെ എന്ത് ചെയ്യണം,
അവരവിടെ നിന്ന് കരയുമ്പോൾ നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ ഒന്ന് പോന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ സെക്യൂരിറ്റീൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കര കൺസേൺ ഉള്ള ആളുകളായിരിക്കും. എൻ്റെ ഉമ്മ ഇപ്പനെ കൊണ്ടുപോകാതെ പോവോ, ഞാനിപ്പോൾ അവരെ കൂടെ പോയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റക്കാവെന്ന് വിചാരിച്ചിട്ട് ആ കരയുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, അവർ നീച്ച് നമ്മുടെ പിന്നാലെ വരും. ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ നമ്മളെന്ത് ചെയ്യും, അവർ കരയുമ്പോൾ അവിടെ നിന്ന് അവരെ ചീത്ത പറഞ്ഞ് ചിലപ്പോൾ ഒരു അടിയൊക്കെ കൊടുത്ത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, മക്കൾ കരയുന്ന സമയത്ത് രക്ഷിതാക്കൾ പൊതുസ്ഥലത്ത് വെച്ചിട്ട് ആരും കാണാതെ അടിക്കുന്നൊക്കെ പല രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരെ വാശി കൂടുകയേ ചെയ്യുള്ളൂ. നേരെ തിരിച്ച് നമ്മളെന്ത് ചെയ്യാം, നമ്മളവരെ അറ്റൻഷൻ കൊടുക്കുന്നില്ല, അവർ ഇഗ്നോർ ചെയ്യുകയാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ മാറി നിൽക്കുക. പക്ഷെ നമ്മൾ ശ്രദ്ധ വരെ മേലെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുട്ടികൾ തിരിച്ചു പോരും. അപ്പോൾ അവർക്കൊരു ബോധം ഉണ്ടാവും, ഒരു ധാരണ ഉണ്ടാവും, ഒരു നെഗോഷിയേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ഞാൻ വാശി പിടിച്ചാലും എൻ്റെ ഉമ്മയും ഉപ്പയും എന്ത് ചെയ്യില്ല, എൻ്റെ വാശിക്ക് അവർ നിൽക്കൂല, ഞാൻ നീച്ച് പോരെയാണ് നല്ലത് എന്നുള്ള ഒരു ധാരണ എന്ത് ചെയ്യുക, നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ പലപ്പോഴും ഞാനടങ്ങുന്ന പാരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, നമ്മളെ മക്കളൊന്ന് വാശി പിടിക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ മോശമാണ്. ഇപ്പോൾ ഒരു മാളിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് ചിലപ്പോൾ അവർ ഫോണിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വില കൂടിയ സാധനങ്ങൾക്കോ വാശി പിടിക്കുക, ഒരു കരയും, ഒച്ചത്തിൽ കരയും. മക്കളെ ഒരു വാശിൻ്റെ ഇതിലാണ് ഒച്ചത്തിൽ കരയുക അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കും. അപ്പോൾ അത് നമുക്കൊരു മോശമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അത് അവരെന്തിനാണോ വാശി പിടിച്ച് അത് കൊടുക്കും, അല്ലെങ്കിൽ ആ വാശി മാറ്റാണ്ട് നമ്മളെന്ത് ചെയ്യും, ഡിവൈസുകൾ, ഫോണ്, അതേപോലെ ടാബ്, അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അതേപോലെ അവർക്ക് എന്ത് ചെയ്യുക, ധാരണ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ എത്ര കരഞ്ഞാലും ഞാൻ എത്ര വാശി പിടിച്ചാലും എൻ്റെ പാരൻസ് എന്ത് ചെയ്യില്ല, എനിക്ക് ഇത് വാങ്ങി തരില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വബോധത്തോടെ ധാരണ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ആളുകളുടെ ഇടയിൽ നമുക്കൊരു മോശമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളത് അത്രത്തിലുള്ള കൺസേൺ ഉള്ള ആളുകളായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, 1-2 സ്ഥലത്ത് നമ്മൾ നാണം കെട്ടാലും പിന്നീട് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും, ഞാൻ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര പബ്ലിക്കിൻ്റെ ഇടയിലായാലും അല്ലെങ്കിൽ എത്ര സോഷ്യലായിട്ടുള്ള ആളുകളുടെ ഇടയിലായാലും ഞാൻ കരഞ്ഞാലും എൻ്റെ പാരൻസിനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ആ ധാരണ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ മനസ്സിലാക്കിയെടുക്കുകയാണ് നമ്മളെ പ്രവൃത്തിയിൽ നിന്ന്. ഞാൻ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ എന്തായാലും ഫോൺ തരും, അല്ലെങ്കിൽ ഞാൻ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വാശി പിടിച്ചാൽ എൻ്റെ ഉപ്പ എന്തായാലും ഇത് വാങ്ങിത്തരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പറയില്ലേ, മറ്റുള്ളവരിത് നോക്കണ, ആൾക്കാരത് നോക്കണ, ഈ എന്തിനാണ് ഈ കരയണ്, ഈ വീട്ടിലോട്ട് വായിട്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഡൈവേർട്ട് ചെയ്യുക. അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് വരാം. സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ നമ്മുടെ പിന്നാലെ വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഒരു ഫീല് വരും. എന്ന് വെച്ചാൽ, എൻ്റെ പാരൻസിന് എന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവർ എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്നുള്ളത്. നമ്മൾ അവരെ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എന്താണോ നോക്കണം, അവർക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ സ്കൂളിലേക്കുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുക, അത് അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് വാങ്ങിക്കൊടുക്കാം. ഇനി ആവശ്യമില്ലാത്തത് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ, പൈസ ഉണ്ടാകുമ്പോൾ വാങ്ങി തരണ്ട കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റും ഐസ്ക്രീമും വേണമെന്ന് വാശി പിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ എപ്പോഴും വാങ്ങിക്കൊടുക്കാതെ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. പിന്നെ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഫോണിൻ്റെ ഒക്കെ ഉപയോഗം കുറക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവാർഡ് ചെയ്യുക. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശംസ കിട്ടുക അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുക, കുട്ടികളെന്ന് വേണ്ട, നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മളൊരാളെ പ്രശംസിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് ഭയങ്കര വലിയ ഒരു അച്ചീവ്മെൻ്റ് ഉള്ള കാര്യമല്ല, നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇപ്പോൾ മക്കൾ ഫോണിനൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നേ പറഞ്ഞു കൊടുക്കും, ഇന്ന് ഇവിടെ പോകുന്ന സമയത്ത്, ഇന്ന് ഷോപ്പിൽ അല്ലെങ്കിൽ ഇന്ന് കല്യാണത്തിന് പോകുന്ന സമയത്ത് നീ വാശി പിടിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന സാധനം തരണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഒരു മാസം സ്ക്രീൻ ടൈം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ഞാനൊരു ഗിഫ്റ്റ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മളത് പാലിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരാഴ്ച കുട്ടി തീരെ ഫോൺ ഉപയോഗിക്കാതിരുന്ന അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കളർ ബോക്സോ അല്ലെങ്കിൽ എന്താണോ ഇഷ്ടം അത് നമ്മളെ മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിക്കൊടുക്കുക. അതേപോലെ ഒരു മാസം കുട്ടികൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ പറയാം, ഒരു മാസം നീ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യാം, പാർക്കിലോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ബീച്ചിലോട്ട് കൊണ്ടുപോകാം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഒരു മാസം അവർ കറക്റ്റ് അവർ ഫോളോ ചെയ്യും. കാരണം കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലെന്ന് പറഞ്ഞാൽ അവർക്ക് അവാർഡ് കിട്ടുക അല്ലെങ്കിൽ ഒരു പ്രശംസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അതേപോലെ ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കാം,
ഇവന് ഭയങ്കര വാശിയാണ്, ആൾക്കാരുടെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂല, മോശമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കും. ഫോണ് കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കാണാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവാർഡ് കൊടുക്കുക എന്നുള്ളത്, ചിലപ്പോൾ ആ ഗിഫ്റ്റ് കിട്ടണതിനേക്കാളും അവർക്ക് ഏറെ അവരൊന്നും കൂടി പ്രൗഡാവുക. എൻ്റെ പാരൻസ് മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കായാലും ഭയങ്കര ഇതില്ല. ഇപ്പം നമ്മളൊരാൾ ഇപ്പോൾ ഇത്രയും പ്രായമുള്ള നമ്മളെ ഒരാൾ മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, നീ സൂപ്പറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടണേക്കാളും നമുക്ക് എന്താണ് സന്തോഷം നൽകുക അത്തരത്തിലുള്ള വാക്കുകളാണല്ലോ. അപ്പം മക്കൾ ഇത്തരത്തിലുള്ള നമ്മൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വാശി പിടിക്കാറൊന്നുമില്ല. ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് അവർ കേൾക്കെ തന്നെ എന്ത് ചെയ്യുക പറയുക. പക്ഷേ പൊതുവേ നമ്മൾ ചെയ്യാറ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾ എന്ത് ചെയ്യും, ആളുകളെ ഇടയിൽ വെച്ചിട്ട് പറഞ്ഞ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുക എൻ്റെ പാരൻസിനെ അറിയാൻ ഞാൻ വാശി പിടിക്കുന്ന ആളാണ്, ഞാൻ പുറത്ത് പോയാൽ വാശി പിടിക്കും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വാശി പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മക്കൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിത്തീരും. അപ്പോൾ ഈ ഡൈവേർട്ട് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതേപോലെ അവോയ്ഡ് ചെയ്യുക, ഈ 3 കാര്യങ്ങളും സ്വാഭാവികമായിട്ടും മക്കളെ വാശിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അതേപോലെ നമ്മൾ മക്കളെ അടുത്ത് ഹമ്പിളാവുക, സപ്പോർട്ട് ചെയ്യുക, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈവേർട്ട് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ മനസ്സിൽ, ചെറിയ മക്കളാണ്, അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും, എന്താവും എൻ്റെ ഇപ്പം എന്നെ ശ്രദ്ധിക്കാതെ പോയത്. ഇപ്പം നമ്മളവിടെ നിന്ന് ഒരു വാശി പിടിക്കുന്നതുകൊണ്ടാവും തിരിച്ചു പോന്നിട്ടുണ്ടാവും. പക്ഷേ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവരോട് ഒരു ഓപ്പൺ ടോക്കൊക്കെ സംസാരിക്കുക. നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഇതാക്കിയത്, അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരോട് ഭയങ്കര ഹമ്പിളായി അതേപോലെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക. ഇനി അടുത്ത തവണ പോകുമ്പോൾ വാശി പിടിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മോൻക്ക് ഇന്ന സാധനം വാങ്ങി തരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെ നമ്മളുണ്ട് എന്നുള്ള തോന്നൽ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ വാശി മാക്സിമം കുറച്ച്. ഇപ്പം നേരത്തെ ആ പാരൻറ്റ് പറഞ്ഞിട്ടുള്ള എന്നോട് പങ്കുവെച്ച അനുഭവം പോലെ പല രക്ഷിതാക്കൾക്കും അനുഭവം ഉണ്ടാവും. മക്കളെ കൊണ്ട് ഒരു കല്യാണത്തിനോ പുറത്തേക്കോ പോകാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ 1-2 സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് നാണം കെട്ടാലും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ടാലും ഡൈവേർട്ട് ചെയ്യാനും ഇഗ്നോർ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അവാർഡ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വന്നു തുടങ്ങും. പിന്നെ പാരൻറ്റിങ് എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അതൊരിക്കലും ഒരു ഈസി ജോബല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോബ് തന്നെയാണ്, ഒരിക്കലും എളുപ്പമാവില്ല. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളെയും 4 തരത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം, വളർത്തേണ്ടി വരിക. ചിലപ്പോൾ മൂത്ത കുഞ്ഞിനെ വളർത്തിയ പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ കുഞ്ഞിനെ നമുക്ക് വളർത്തേണ്ടി വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്ത് നമുക്ക് പറ്റുന്നത്ര നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മക്കളോട് നമ്മളെന്ത് ചെയ്യുക, പെരുമാറുക. പിന്നെ വാശി പിടിക്കുന്ന സമയത്ത് നമ്മളും വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കോൺഫ്ലിക്റ്റായി മാറുകയുള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ല 2 കൈയും കൂട്ടിയടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുക, താഴ്ന്നു കൊടുത്താൽ മാത്രമാണ് ആ സൗണ്ട് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ മക്കൾ വാശി പിടിക്കുമ്പോൾ അതിൽക്ക് മേലെ വാശി പിടിക്കാതെ അവരെങ്ങനെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളെ മക്കൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും.